നെതർലൻഡിൽ വന്ന് നോക്കുമ്പോഴേ എല്ലാവരും സൈക്കിൾ ഓടിക്കുന്നത്. ശരി, ഓക്കെ, നമ്മളൊരു സൈക്കിൾ വാങ്ങാമെന്ന് വെച്ചിട്ട് അടുത്തുള്ള കടയിൽ പോയി ചോദിച്ചപ്പോഴേ മുടിഞ്ഞ റേറ്റ് 30-35,000 പറഞ്ഞു. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എൻ്റെ സൈക്കിൾ എടുത്തിട്ട് ഞാൻ നേരെ ഡെക്കാത്തലോണിൽ പോയി. അതിൻ്റെ എല്ലാം പീസാക്കി നേരെ ഒരു ബോക്സിനകത്താക്കി. ഈ ബോക്സ് എടുത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ എയർലൈനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 152 സെൻറ്റിമീറ്ററിൻ്റെ മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. നമ്മളോടെ കളി. നമ്മൾ അതൊക്കെ പിരിച്ച് പീസാക്കി വേറൊരു രീതിയിൽ പാക്ക് ചെയ്ത് സൈക്കിളിൻ്റെ ആ ഷേപ്പിൽ തന്നെ പാക്ക് ചെയ്ത് ആ വലിയ പാക്കറ്റ് മാറ്റി എന്നിട്ട് നേരെ ചെന്നിട്ട് എയർലൈനിൽ എന്നിട്ട് അത് നോർമലായിട്ട് ബുക്ക് ചെയ്യാൻ ചെന്നു. അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പൈസ ഒന്നും വാങ്ങാണ്ട് അതൊരു ഓഡ് ഷേപ്പ് ലഗേജാന്ന് പറഞ്ഞിട്ട് അത് തനിയെ ഒരു സ്കാനറിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് തന്നു. സമാധാനമായി. നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ലോഞ്ചിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് എയർലൈനിൽ ചെക്കിനായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഏത് സൈക്കിളും ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. ഇത് 30 കിലോനകത്തുള്ള എൻ്റെ ചെക്കിൻ ബാഗേജിൻ്റെ 30 കിലോനകത്തുള്ള വെയിറ്റാണ് ഈ സൈക്കിൾ ഇട്ടപ്പോഴും വന്നത്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ വെയിറ്റ് ഒരു 10 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ 9 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മളിവിടെ ആംസ്റ്റർഡാമിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാട്ടാ. നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ കോട്ടൊക്കെ നാട്ടിൽ വെച്ച് മറന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് തണുപ്പിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. എന്തായാലും ഇറങ്ങിയ വഴിക്ക് നമ്മുടെ ബസ് വന്നു. അപ്പോൾ പിന്നെ ബസ്സിനകത്ത് തണുപ്പൊന്നുമില്ലെന്ന് ബസ്സിനകത്തോട്ട് കയറി. അവിടെ ഫുള്ള് ഫ്ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഓരോരോ വണ്ടികൾ വലിച്ചു കൊണ്ടുകൊണ്ടിട്ടാ. നമ്മൾ നേരെ ഇവിടുന്ന് ഇനിയിപ്പോൾ കസ്റ്റംസും ഇവരുടെ ചോദ്യം ചെയ്യലിൻ്റെ പരിപാടിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ട ബസ്സിൽ. അങ്ങനെ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങി നേരെ നടത്താണ്. ഇവിടെ ഇത് വീക്കെൻഡ് കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടാ. എൻ്റെ കയ്യിൽ ഈ മറ്റേ റെസിഡൻറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ഈ ക്യൂ ഒന്ന് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ ഒരു 1.5 മണിക്കൂർ കൂടെ ക്യൂവിൽ നിന്നായിരുന്നു. എന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോയപ്പോഴും നല്ല തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലഗേജ് കളക്ട് ചെയ്യാൻ വന്നു. നോക്കുമ്പോൾ ലഗേജിൻ്റെയൊക്കെ ഷേപ്പ് മാറിയേക്കണിട്ടാ. ഈ കുറേ ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ഇതെൻ്റെ ഈ സൈക്കിൾ മാത്രം ഈ ലഗേജ് ഇവിടെ വരില്ല. അതിന് തനിയെ ഈ വലിയ സൈസ് ആയതുകൊണ്ട് അതിന് തനിയെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ്. അവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സൈക്കിൾ വന്നു കേട്ടോ. സൈക്കിൾ കുറച്ച് അവിടെ വന്നിട്ട് നിന്നു. അത് പിടിച്ച് വലിച്ച് പുറത്തേക്കിട്ട് ഞാനൊരു ട്രോളി എടുത്ത് ട്രോളിക്കകത്ത് കയറ്റി അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നേരെ ബസ്സുണ്ട്. ഇവിടുന്ന് നമ്മളിപ്പോൾ ടാക്സി ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വെൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് സാധനം പുറത്തെടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് നടന്നു കേട്ടോ. ഇവിടെ ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആട്ടാ. ബസ്സിൽ കയറിയതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ വീട്ടിലെത്തിയിട്ട് ഈ സാധനം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് ടയർഡാണെങ്കിലും ഈ സാധനം തുറന്നു നോക്കി ഇതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അതുകൊണ്ട് നേരെ ഒരു കത്രിക എടുത്ത്, ചെറിയ കത്രികയാണ്, കത്രികയൊക്കെ എടുത്ത് ഈ സാധനമൊക്കെ തുറന്നു നോക്കി. ടയറും ഈ സാധനങ്ങളൊക്കെ കാര്യം ഇതൊക്കെ പാക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് കുൽസിതമായിട്ട് ചെയ്തെങ്കിൽ ഈ സാധനത്തിൻ്റെ തിരിച്ച് കിട്ടുമ്പോൾ ഷേപ്പ് നോക്കണ്ടേ. വലിയ ഷേപ്പ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം പാക്ക് ചെയ്ത്. ടയറൊക്കെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഈ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ചെറിയൊരു ഫിക്സ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അവർ വണ്ടി വാങ്ങുമ്പോൾ തന്നെ വാങ്ങിയതാണ്, സൈക്കിൾ വാങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സാധനം നേരെ ഫിറ്റ് ചെയ്തിട്ട് സൈക്കിളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഗ്രൗണ്ടല്ല, പുറത്തേക്ക് ഇറങ്ങി റോട്ടിൽ, യൂറോപ്യൻ സ്ട്രീറ്റിൽ എൻ്റെ സൈക്കിൾ ഇട്ടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ എൻ്റെ ഈ സൈക്കിളിൽ ഞാൻ പറക്കും. അപ്പോൾ ശരിട്ടാ, കാണാം.